blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ അതിനെ സാധ്യമാക്കി തീർത്ത എൻ്റെ സാമ്പത്തിക സഹകാരിക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, UAE നിന്നുള്ള ഏലിയമ്മ തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവിന് മദ്യപാനത്തിൽ നിന്നും മറ്റ് ദുശ്ശീലങ്ങളിൽ നിന്നും പൂർണ്ണമായ വിമോചനം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തനിക്കും തൻ്റെ ഭർത്താവിനും എല്ലാ രോഗങ്ങളിൽ നിന്നും സമ്പൂർണമായ സൗഖ്യം കർത്താവ് നൽകണമേ. താങ്ക് യു ലോർഡ്. 2 മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. അലർജിയോടനുബന്ധിച്ചുള്ള എല്ലാ രോഗങ്ങളും പൂർണ്ണമായി സൗഖ്യമാകട്ടെ. നല്ലൊരു ഭാവി കർത്താവെ 2 പേർക്കും അങ്ങ് കൊടുക്കണമേ. ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ വ്യൂവേഴ്സ് ഒരുമിച്ച് ചേർന്നിപ്പോൾ പ്രാർത്ഥിച്ച് ഏലിയമ്മ തോമസിനെ കുടുംബത്തെ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കാസർഗോഡ് ഫെബ്രുവരി 5 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കാസർഗോഡ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കണ്ണൂർ ഫെബ്രുവരി 6 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പാപ്പിനിശ്ശേരി കോഓപ്പറേറ്റീവ് താലൂക്ക് ഓഡിറ്റോറിയം, കല്യാശ്ശേരി, കണ്ണൂർ. വർഷങ്ങൾക്ക് മുൻപ് ഈ മകളുടെ വിവാഹം കഴിഞ്ഞു. എന്നാൽ സാധാരണ രീതിയിൽ കുട്ടികളാകാതിരുന്നത് കൊണ്ട് ഡോക്ടേഴ്സിൻ്റെ അടുക്കൽ ചെന്ന് ഭാര്യയും ഭർത്താവും ചെന്ന് പരിശോധിച്ചപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഓവം ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾ സാധാരണ രീതിയിലുള്ള ഗർഭധാരണം അസാധ്യമാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അതുകൊണ്ട് ഇവർ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ IVF ചെയ്തു. സാധാരണ രീതിയിൽ പ്രശ്നങ്ങളുള്ളവർ IVF ചെയ്താൽ ഹോപ്പുള്ളതാണ്. പക്ഷേ അതുപോലും ഇവരുടെ കേസിൽ ഫെയിലിയർ ആയിപ്പോയി. ഇപ്പോൾ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്നതാണ്. അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് ബ്ലെസ്സിംഗ് ടുഡേയിൽ കേൾക്കുകയാണ്. ഒക്ടോബർ മാസം 2013 ഒക്ടോബർ മാസം ആദ്യത്തെ ഒരാഴ്ചയിൽ അവർ ആ ദിവസം മറന്നുപോയി. ഇന്ന ദിവസം കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി ബ്രദർ ഡാമിയൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ തയ്യാറെടുക്കുക എന്നുള്ള അനൗൺസ്മെൻറ്റ് കേട്ടിരുന്നു. അപ്പോൾ തന്നെ അമ്മ മകളെ വിളിച്ചിട്ട് പറഞ്ഞു, ആ സമയത്ത് ഇവർ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്നവരല്ല, മക്കൾ കാണുന്നവരല്ല, ഭർത്താവും അത് അത്ര ഇഷ്ടമല്ല. എന്നാൽ ഇവരുടെ ഒരു വലിയൊരു സങ്കടത്തിലായിരുന്നതുകൊണ്ട്, ഇവരുടെ ഒരു ആവശ്യം കൂടി ആയിരുന്നതുകൊണ്ട് മകൾക്ക് വിശ്വാസമുണ്ടായിരുന്നു, നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദിവസം ഇവരുടെ വീട്ടിൽ TV കേടായിരുന്നു. അപ്പോൾ ഒക്ടോബർ മാസം ആദ്യത്തെ ആഴ്ചയിലായിരുന്നു ഈ പ്രാർത്ഥന നടന്നത്. അമ്മ ചെയ്ത കാര്യം, ബ്രദർ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പായി തന്നെ TV വലിയ ശബ്ദത്തിൽ വെച്ചിട്ട് ഫോൺ വിളിച്ച് TV-യുടെ സ്പീക്കറിൻ്റെ അടുക്കൽ കൊണ്ടുപോയി വെച്ചു. ബ്രദർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശേഷം കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവരുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും കൈകോർത്ത് പിടിച്ച് ഫോൺ അവരുടെ ചെവിട്ടിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ബ്രദറിനോടൊപ്പം. അത്ഭുതമെന്ന് പറയട്ടെ, സാധാരണ രീതിയിൽ നടക്കാതിരുന്നത്, IVF ചെയ്തിട്ട് ഫെയിലിയർ ആയിപ്പോയത്, ആ മാസം തന്നെ സാധാരണ രീതിയിൽ ഈ മകൾ ഗർഭവതിയായി ഇപ്പോൾ 9 മാസം പ്രായമുള്ള ആരോഗ്യമുള്ളൊരു കുഞ്ഞുമായിട്ടാണ് നിൽക്കുന്നത്. പ്രൈസ് ഗോഡ്. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാലും. ഹല്ലേലൂയ. ഇതിപ്പം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു കുഞ്ഞ്? 4.5 വർഷം കഴിഞ്ഞു. 4.5 വർഷം കഴിഞ്ഞിട്ടാണ്. IVF-ന് വേണ്ടി നല്ലൊരു തുക ചെലവഴിച്ചു അല്ലേ? 1.25 ലക്ഷം. 1.25 ലക്ഷം രൂപ അതിനുവേണ്ടി ചിലവഴിച്ചു. നഷ്ടമായി പോയി. പക്ഷേ കർത്താവ് ആ നഷ്ടത്തെ നികത്തി ഒരു നന്മ കർത്താവ് കൊടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. കൈകൾ നീട്ടി ഇവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? ഈ കുഞ്ഞിനെ കൂടെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ, കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവികമായ അനുഗ്രഹങ്ങൾ, നന്മകൾ എല്ലാം തന്നെ ഇവരുടെ മേൽ പകരണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ കുഞ്ഞിനെ ഇപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെമ്പൂർ ഫെബ്രുവരി 18 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ദ ഗ്രാൻഡ് നളന്ദ ഹാൾ, ഡോക്ടർ BR അംബേദ്കർ കോളേജ്, PL ലോകാന്ത് മാർഗ്, ചെമ്പൂർ വെസ്റ്റ്, മുംബൈ, മഹാരാഷ്ട്ര 400089.
ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൻവേൽ ഫെബ്രുവരി 19 വെള്ളി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ശ്രീകൃപ ബാൻക്വറ്റ് ഹാൾ, സെക്ടർ 6, കാന്ത കോളനി, പൻവേൽ, വെസ്റ്റ് മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ ഫെബ്രുവരി 20 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സനൈ മംഗൾ കാര്യാലയ്, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ, വെസ്റ്റ് മഹാരാഷ്ട്ര. So when this prophet saw the real God, there was repentance in his heart. യഥാർത്ഥ ദൈവത്തെ ഈ മഹാപ്രവാചകൻ ദർശിച്ചപ്പോൾ യഥാർത്ഥ രൂപാന്തരം തനിക്കുണ്ടാവുകയാണ്. Until that time he was prophesying judgment over the nations. അതുവരെയുള്ള അധ്യായങ്ങളിലേക്ക് നോക്കിയാൽ താൻ മറ്റ് രാജ്യങ്ങളോട് ന്യായവിധി മാത്രം പ്രവചിക്കുന്ന ഒരു He പ്രവാചകനായിരുന്നു. said, woe to this kingdom, woe to that kingdom. ഓ ഈ രാജ്യത്തിന് അയ്യോ കഷ്ടം, ആ രാജ്യത്തിന് അയ്യോ കഷ്ടം എന്ന് മാത്രം പറയുന്ന വ്യക്തിയായിരുന്നു താൻ. Now he is saying, woe to me. ഇപ്പോൾ താൻ പറയുന്നു, അയ്യോ എനിക്ക് കഷ്ടം. Did you understand the change? നിങ്ങൾക്ക് ഈ മാറ്റം മനസ്സിലായോ? He started checking his own life. തന്റെ ജീവിതത്തെ താൻ പരിശോധിക്കുവാനായി തുടങ്ങിയിരിക്കുകയാണ്. And he started confessing his sins to the Lord. എന്ന് മാത്രമല്ല തന്റെ പാപങ്ങൾ താൻ ഈ ദൈവ സാന്നിധ്യത്തിൽ താൻ ഏറ്റുപറയാൻ തുടങ്ങിയിരിക്കുന്നു. Especially he was conscious about his verbal sins. പ്രധാനമായിട്ടും തന്റെ അധരത്തിലൂടെ പുറത്തു വന്ന പാപങ്ങളെ താൻ ഇവിടെ ഏറ്റുപറയുന്നതായിട്ട് നമുക്ക് കാണാം. Hello. He started confessing all his sins he had spoken out. ഇപ്പോൾ താൻ പുറത്തേക്ക് സംസാരിച്ച വാക്കുകളിലെ പാപങ്ങളെ താൻ ഇവിടെ ഏറ്റുപറയുന്നതായിട്ട് നമുക്ക് കാണാം. Now verse number 6. ഇനി Then one of the seraphim flew to me with a live coal in his hand, which he had taken with tongs from the altar. അപ്പോൾ സാറാഫുകളിൽ ഒരുവൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കലേക്ക് പറന്നു വന്നു. In your Bible you can underline a live coal. നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾ അവിടെ അണ്ടർലൈൻ ചെയ്യുക ഒരു തീക്കനൽ. എല്ലാവരും പറഞ്ഞു തീക്കനൽ. തീക്കനൽ. In English it is live coal. That means not dead coal. It was live, it was still burning, there was fire in it, it was red hot. ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുമ്പോൾ ഒരു സാധാരണ തീക്കനലല്ല, കത്തി ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു തീക്കനൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. So one of the seraphim flew to me with a live coal in his hand, which he had taken with tongs from the altar. അവിടെ നാം കാണുന്നു സാറാഫുകളിൽ ഒരുവൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കിലേക്ക് പറന്നു വന്നു. And with it he touched my mouth and said, see, this has touched your lips. Your guilt is taken away and your sin atoned for. 7ാമത്തെ വചനം, അവൻ അതുകൊണ്ട് എന്റെ വായിൽ സ്പർശിച്ചു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചതിനാൽ നിന്റെ അകൃത്യം നീങ്ങിയിരിക്കുന്നു, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. Hallelujah. ഹല്ലേലൂയ. So the prophet had a fire encounter here. ഇവിടെ പ്രവാചകന് ഒരു തീയുമായുള്ള ആത്മീക തീയുമായുള്ള ഒരു ഇടപെടലുകൾ ഉണ്ടാവുകയാണ്. So one of the seraphim that was worshiping the Lord, ഇവിടെ സാറാഫുകളിൽ ഒരു വ്യക്തി ഇപ്പോൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. went to the altar of God. ഇപ്പോൾ ദൈവത്തിന്റെ യാഗപീഠത്തിലേക്ക് അത് കടന്നു ചെന്നു. And with a tongue he picked up a live coal and touched the prophet's lips. ഇപ്പോൾ കൊടിൽ കൊണ്ട് യാഗപീഠത്തിൽ നിന്ന് കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീക്കനലെടുത്ത് മഹാപ്രവാചകന്റെ അധരത്തിൽ തൊട്ടു. Are you there with me? നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? Now if you read on from chapter 7 onwards, ഇനി ഈ യെശയ്യാ പ്രവചനത്തിന്റെ 7ാം അധ്യായം മുതൽ നിങ്ങൾ അങ്ങോട്ട് വായിച്ചാൽ his ministry is totally changed. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ പരിപൂർണമായി മാറിയിരിക്കുന്നതായി Life കാണാം. totally changed. തന്റെ ജീവിതം മാറിയിരിക്കുകയാണ്. What is the main difference? എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം? Look here. ദയവായി He ശ്രദ്ധിച്ചാലും stopped prophesying judgments. ഇദ്ദേഹം ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് പഠിപ്പിക്കുന്ന നിർത്തി. He stopped
prophesying about judgments of God. ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് പറയുന്ന കാര്യം അദ്ദേഹം നിർത്തി. Chapter 7, he had a great revelation. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ വെളിപ്പാടുണ്ടാവുകയാണ്. What was the revelation? എന്താണ് ആ വെളിപ്പാട്? Chapter 7, verse number 14, a virgin shall give forth a son. 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനത്തിൽ വരുമ്പോൾ ഒരു വലിയ പ്രവചനം, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. Hallelujah. Hallelujah. He started receiving revelation about the Savior. ഇപ്പോൾ നോക്കുക, മാറ്റം ഭവിച്ച പ്രവാചകൻ ലോകത്തിന്റെ രക്ഷിതാവിനെ കുറിച്ചുള്ള പ്രവചനം താൻ പ്രാപിച്ചിരിക്കുകയാണ്. Hello ministers, hello choir, hello people, listen to me. How many of you want a drastic change, a total transformation and change in your ministry? ഓ ശുശ്രൂഷകന്മാരെ, കൊയർ അംഗങ്ങളെ, വിശ്വാസികളെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എത്ര പേർക്ക് ഇതുപോലെ സമൂലമായിട്ടുള്ള ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിട്ടുണ്ട്? Don't prophesy judgment anymore. ഓ അതുകൊണ്ട് ഇനി മുതൽ ഒരിക്കലും ന്യായവിധി പ്രസംഗിക്കരുത്. All the judgment came upon Jesus. എല്ലാ ന്യായവിധിയും യേശുവിന്റെ മേൽ വന്നു തീർന്നു. He received all the judgments. അവൻ സകല ന്യായവിധി നമുക്ക് വേണ്ടി ഏറ്റെടുത്തു കഴിഞ്ഞു. Now there is salvation for the nations. ഇനിയിപ്പോൾ രാജ്യങ്ങൾക്ക് രക്ഷ മാത്രമേ ഉള്ളൂ. Hallelujah. Hallelujah. So from that time he started preaching the gospel. ആ സമയം മുതൽ അവൻ സുവിശേഷം പ്രസംഗിക്കുവാൻ തുടങ്ങി. Hallelujah. Hallelujah. When we read 1 Peter, 1 പത്രോസിന്റെ ലേഖനം നാം വായിച്ചാൽ, Peter says, anybody wants life and a good future, you have to keep your lips properly. ജീവനെ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും തന്റെ നാവിനെ കടിഞ്ഞാണിടേണ്ടതായിട്ടുണ്ട്. Hallelujah. Hallelujah. Everything is here attached to the lips. എല്ലാ കാര്യങ്ങളും നമ്മുടെ നാവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. Look here. Your future is attached to your lips. ഓർക്കുക, നിങ്ങളുടെ ഭാവി നിങ്ങളുടെ നാവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. Your life is attached to your lips. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ നാവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. Your happiness and joy is attached to your നിങ്ങളുടെ lips. സന്തോഷവും സമാധാനവും നിങ്ങളുടെ നാവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നതാണ്. Your ministry is attached to your lips. നിങ്ങളുടെ ശുശ്രൂഷയും നിങ്ങളുടെ നാവിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നതാണ്. Hello. Your prosperity is attached to your lips. നിങ്ങളുടെ അഭിവൃദ്ധിയും നിങ്ങളുടെ നാവിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. Somebody shout hallelujah. മനസ്സിലായുന്നവരെ ഒരു ഹല്ലേലൂയ പറയാമോ? King Solomon clearly says, life and death, blessings and curses, everything is attached to your lips. മഹാനായ രാജാവായിട്ടുള്ള ശലോമോൻ രാജാവ് പറഞ്ഞിരിക്കുന്നത്, ജീവനും മരണവും അല്ലെങ്കിൽ ജീവിതവും മരണവും അനുഗ്രഹവും ശാപവും നമ്മുടെ അധരങ്ങളുടെ മേലാണ് ഇരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. So the touch should come where? അതുകൊണ്ട് എവിടെയാണ് തൊടേണ്ടത്? If the fire should touch, where should it touch? ഒരു തീ വന്ന് തൊടണമെങ്കിൽ നമ്മിൽ എവിടെയാണ് തൊടേണ്ടത്? പറയൂ. Take these 3 fingers, touch your lips like this. നിങ്ങളുടെ 3 വിരലെടുത്തിട്ട് നിങ്ങളുടെ ചുണ്ടുകളിലൊന്ന് തൊട്ടാലും. The fire should touch where? തീ എവിടെ വന്ന് തൊടണം? On the lips. നമ്മുടെ അധരങ്ങളിൽ. Hallelujah. Hallelujah. So this is just an Old Testament example. ഇത് പഴയ നിയമത്തിലെ ഒരു ഉദാഹരണം മാത്രമാണ്. Now let us go to the New Testament. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് പോകാം. Acts of the Apostles chapter 2. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം, verses 1 through 4. അതിലെ 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ. Are you there? നിങ്ങൾ എത്തിയോ അവിടെ? If you are there, shout hallelujah. അവിടെ എത്തിയെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. Acts 2 verses 1 to 4. അപ്പോസ്തല പ്രവൃത്തി 2 1 മുതൽ 4 വരെ. When the day of Pentecost came, they were all together in one place. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. Suddenly. പെട്ടെന്ന്. പറഞ്ഞേ. പെട്ടെന്ന്. പെട്ടെന്ന് പറ. പെട്ടെന്ന്. Hallelujah. Meaning God needs no time for his work. അതിന്റെ അർത്ഥം കർത്താവിന് പ്രവർത്തിക്കാൻ സമയമൊന്നും ആവശ്യമില്ലെന്ന്. He can work in your life suddenly. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന പെട്ടെന്നായിരിക്കും.
അടുത്ത ആളോട് പറഞ്ഞു കൊടുക്കുക, കർത്താവിന് പെട്ടെന്ന് ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും. കർത്താവിന് പെട്ടെന്ന് ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും. Hallelujah. Hallelujah. Suddenly a sound like the blowing of a violin wind came from heaven and filled the whole house where they were sitting. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി, അത് അവർ ഇരുന്ന വീട് മുഴുവനും നിറഞ്ഞു. They saw what seemed to be tongues of fire that separated and came to rest on each of them. മൂന്നാമത്തെ വചനം, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അത് അവരിൽ ഓരോരുത്തരുടെ മേൽ ആവസിച്ചു. All of them were filled with the Holy Spirit and began to speak in other tongues as the Spirit enabled them. നാലാമത്തെ വചനം, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. Now here is a bunch of people, 120 in number, praying for 10 days in an upper room. ഇവിടെ ഒരു കൂട്ടം ജനങ്ങൾ 120 പേരടങ്ങുന്ന ഒരു സംഘം മാളിക മുറിയിൽ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. What was their condition? എന്താണ് അവരുടെ അവസ്ഥ? All of them were shameful. ലജ്ജിച്ചിരിക്കുകയാണ്. Why? എന്തുകൊണ്ട്? Because they were humiliated in the society. കാരണം അവരുടെ സമൂഹത്തിൽ അവർ ഇപ്പോൾ തള്ളപ്പെട്ടവരായി Their നിൽക്കുകയാണ്. leader was crucified. അവരുടെ നേതാവ് ഇപ്പോൾ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. He claimed to have great ministry, great power and great authority. അവരുടെ നേതാവാണെങ്കിൽ വലിയ ശുശ്രൂഷകൾ, വലിയ അധികാരങ്ങളെ കുറിച്ചൊക്കെ വാദോരാതെ പ്രസംഗിച്ച വ്യക്തിയാണ്. But he could not help himself when people attacked him. എന്നാൽ ജനങ്ങൾ അദ്ദേഹത്തെ ആക്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിനെ തടയുവാൻ സാധിച്ചില്ല. And he was crucified. അദ്ദേഹം ക്രൂശിക്കപ്പെട്ടുപോയി. And there was one in the team, അതിനകത്ത് ഒരു വ്യക്തി, and he is the one who betrayed him. അദ്ദേഹം തന്റെ നേതാവിനെ ഒറ്റിക്കൊടുത്ത വ്യക്തിയുമായിരുന്നു. And he hanged himself, he committed suicide. എന്ന് മാത്രമല്ല അദ്ദേഹവും ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. So in the whole country this bad news spread. ഇപ്പോൾ ആ രാജ്യത്ത് എമ്പാടും ആ വലിയ ദുഃഖകരമായ വാർത്ത പടർന്നിരിക്കുകയാണ്. And the police was searching for the entire team. എന്ന് മാത്രമല്ല പോലീസ് ഇപ്പോൾ സംഘത്തലവന്റെ കൂടെ ഉണ്ടായിരുന്ന സംഘത്തെ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. They were all actually hiding and praying in fear. ഇപ്പോൾ അവര് എല്ലാവരും ഭയപ്പെട്ട് പേടിയിൽ ഭയത്തോടെയാണ് അവരായിരിക്കുന്നത്. 10 days they were praying. 10 ദിവസം അവർ പ്രാർത്ഥിച്ചു. And there came a violent wind into the room. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ദൈവത്തിന്റെ സാന്നിധ്യം ആ റൂമിനകത്തേക്ക് വന്നു. The Holy Spirit is speaking to some of you here. ഇവിടെ ഇരിക്കുന്ന ചില ആളുകളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. In your life you are crushed and broken. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം തകർക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. And you are in weakness and shame. എന്ന് മാത്രമല്ല വളരെയധികം ബലഹീനതകളുള്ള ഒരു വ്യക്തിയാണ്. But the Holy Spirit says, എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, suddenly a strengthening is going to come to your life. പെട്ടെന്ന് തന്നെയുള്ള ഒരു ശാക്തീകരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാനായി പോകുകയാണ്. Where you were put down, the Holy Spirit is going to come and take you up. എവിടെയാണോ നിങ്ങൾ താഴ്ത്തപ്പെട്ടത് അതേ സ്ഥലത്ത് തന്നെ പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുവാനായി പോകുകയാണ്. So when the Holy Spirit came, പരിശുദ്ധാത്മാവ് വരുമ്പോൾ he came as a strong wind. അവൻ വന്നത് ഒരു കൊടുങ്കാറ്റിന്റെ രൂപത്തിലായിരുന്നു. Hallelujah. Hallelujah. All of them experienced the strengthening, എല്ലാ ആളുകളും ദൈവത്തിന്റെ ആ ശാക്തീകരണത്തെ അനുഭവിക്കാൻ തുടങ്ങി. but at the same time അപ്പോൾ തന്നെ they started seeing tongues of fire. അവർ നാവുകളെ അവർ കാണാൻ തുടങ്ങി. So they experienced something and they saw something. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു നോക്കൂ, അവർക്ക് ചിലത് അനുഭവിക്കാൻ കിട്ടിയിരിക്കുന്നു, കൂട്ടത്തിൽ അവർക്ക് കാണുവാനുള്ള ചിലതും കിട്ടിയിരിക്കുകയാണ്. Say hallelujah. ചേർന്ന് hallelujah. Shout of hallelujah. ശബ്ദമുയർത്തി. And now what they saw was tongue that was separated. ഇപ്പോൾ അവർ കാണുന്ന നാവിനൊരു പ്രത്യേകതയുണ്ട്, അത് പിളർന്നിരിക്കുന്ന അഗ്നിനാവായിരുന്നു. എല്ലാവരും പറഞ്ഞ പിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾ. പിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾ. എല്ലാവരും ഉറക്കെ പിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾ. പിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾ. Hallelujah. Hallelujah. Now the separation
tells me something here. ഇവിടെ ആ പിളർപ്പ് ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. The moment the fire of God comes to us, ദൈവത്തിന്റെ ആ തീ നമ്മുടെ അകത്തേക്ക് വരുന്ന ആ നിമിഷം we are separated only for God. നാം ദൈവത്തിനു വേണ്ടി മാറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്, വേർതിരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. Hallelujah. ഹല്ലേലൂയ. If the fire of God comes on you, ദൈവത്തിന്റെ തീ നിങ്ങളിലേക്ക് വരുമ്പോൾ that tells you that you are separated only for Jesus. അത് കാണിക്കുന്നത് നിങ്ങൾ യേശു ക്രിസ്തുവിനു വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. Shout a big hallelujah. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാലോ. So the fiery tongues that was separated came all over the way from the altar of God to this world to attach to human tongues, to change them, to give them a heavenly language so that they will have a heavenly life on earth. സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യേകമായി വേർതിരിക്കപ്പെട്ടു വന്ന ആ പിളർന്നിരിക്കുന്ന അഗ്നി നാവുകൾ ഇപ്പോൾ മനുഷ്യരുടെ 120 പേരുടെ സംഘത്തിന്റെ നാവുമായി ചേർന്ന് വന്നിരിക്കുന്നത് ഈ ലോകത്തിൽ അഗ്നിയുടെ പല കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. After that experience, ആ ഒരു അനുഭവത്തിന് ശേഷം they started speaking in spiritual languages. അവർ ആത്മീക ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. This humiliated, shameful bunch of people stood up. ഓർക്കുക, തകർക്കപ്പെട്ട ലജ്ജയോടെ നിൽക്കുന്ന ഈ ജനങ്ങൾ ഇപ്പോൾ അവർ ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. Shout a hallelujah. ചേർന്നൊരു ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കാസർഗോഡ് ഫെബ്രുവരി 5 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കാസർഗോഡ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കണ്ണൂർ ഫെബ്രുവരി 6 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പാപ്പിനിശ്ശേരി കോഓപ്പറേറ്റീവ് താലൂക്ക് ഓഡിറ്റോറിയം, കല്യാശ്ശേരി, കണ്ണൂർ. നമുക്ക് ഈ സമയത്ത് എല്ലാവർക്കും ചേർന്ന് യേശുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ലോകമെമ്പാടും ദശലക്ഷങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ലോകമെമ്പാടും ഒരുമിച്ച് പെയ്യുന്നൊരു മഴ പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദ ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് കർത്താവ് ഇപ്പോൾ പെയ്തിറങ്ങാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ആന്തരിക അവയവങ്ങളിൽ പലതിനും തകരാറ് സംഭവിച്ച് ഇനി അധികം ആയുസില്ല എന്ന് അവരവർക്ക് തന്നെ ബോധ്യം വന്നിരിക്കുന്ന ചില വ്യക്തികൾ, ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞു കാണും, മെഡിക്കൽ റിപ്പോർട്ടുകൾ അങ്ങനെ ആയിരിക്കാം, ഒരുപക്ഷെ അതായിരിക്കാം സത്യം. എന്നാൽ ആയുസ് പൂർത്തിയാകാതെ നിങ്ങൾ മരിക്കില്ല. മാത്രമല്ല, അത്ഭുതകരമായൊരു സൗഖ്യം സ്രഷ്ടവായ കർത്താവ് തന്നെ നൽകാൻ ആഗ്രഹിക്കുന്നു. ഉള്ളിൽ വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികൾ, അങ്ങനെയുള്ള വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. തൊണ്ടയിലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മൈഗ്രെയിൻ സൗഖ്യമാകട്ടെ. കാതിൻ്റെ അകത്ത് നിന്നൊരു ദ്രാവകം ഒലിച്ചിറങ്ങുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് സൗഖ്യം ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. അതുപോലെ മസിലുകളെല്ലാം വീക്കാകുന്ന രോഗം ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നി സ്റ്റോൺ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായതും വെളിയിലേക്ക് പോകട്ടെ. പ്രവർത്തിക്കാത്ത വൃക്കകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ. ഇൻ ജീസസ് നെയിം. ഓവറിയുടെ അകത്ത് സിസ്റ്റുകളുള്ള അല്ലെങ്കിൽ മറ്റ് ചില തകരാറുകൾ, ഓവറിയോട് അനുബന്ധിച്ചുള്ള ആ രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ഇൻ ജീസസ് നെയിം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മറ്റു ഉള്ള ഗ്രോത്തുകൾ, ട്യൂമറുകൾ ശരീരത്തിൽ എവിടെയാണെങ്കിലും സൗഖ്യമാകട്ടെ. ക്യാൻസർ, വിവിധ തരത്തിലുള്ള ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മദ്യപാനത്തിന് അടിമകളായിരിക്കുന്ന വ്യക്തികൾ ഈ സമയത്തുള്ളിൽ വിശ്വസിക്കുക. യേശുവിന് ഒരു നിമിഷം പോലും വേണ്ട അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ. ഉള്ളിൽ വിശ്വസിക്കുക. ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. യേശുവിനെ സ്വന്തം
കർത്താവായി അംഗീകരിക്കുക, രക്ഷകനായി സ്വീകരിക്കുക, രക്ഷിക്കും. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കടബാധ്യത വർദ്ധിച്ച് എങ്ങനെ കടത്തിൽ നിന്ന് പുറത്ത് വരണമെന്നറിയാതെ ആത്മഹത്യ ചിന്തിക്കുന്ന ചില വ്യക്തികളും കുടുംബങ്ങളും, യേശുവിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഒരു സഹോദരൻ എന്ന നിലയിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സമാധാനം ആ ഹൃദയങ്ങളിൽ, ഭവനങ്ങളിലും ഉണ്ടാകട്ടെ. ആ സാമ്പത്തികമായ വഴികൾ അങ്ങ് അത്ഭുതകരമായി തുറന്നു കൊടുക്കണമേ. താങ്ക് യു ജീസസ്. കർത്താവ് അങ്ങനെ പ്രവർത്തിക്കുന്നതിനാൽ നന്ദി. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി കർത്താവ് പ്രവർത്തിക്കണമേ. ഹസ്ബൻഡിന് കൗണ്ട് വളരെ കുറവാണ്, അല്ലെങ്കിൽ വൈഫിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊക്കെയാണെങ്കിലും യേശുവിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. TV സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈ സമയത്ത് നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ സകല വിഷയത്തിനിപ്പോൾ പരിഹാരം ഉണ്ടാകട്ടെ. കർത്താവേ, നീ ഇങ്ങനെ അത്ഭുതങ്ങൾ ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. ഈ ആഴ്ചയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് കാസർഗോഡും കണ്ണൂരുമാണ്. ആ ഭാഗങ്ങളിലുള്ളവർ ദൂരെയാണെങ്കിൽ പോലും തീർച്ചയായും വരണം. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നുള്ള പുസ്തകങ്ങളും CD-കളൊക്കെ ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.